ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത ചക്ക കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സും ഉണക്കമുന്തിരിങ്ങയും നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ നട്ട്സൊക്കെ ഫ്രൈ ചെയ്ത ആ സെയിം നെയ്ക്കകത്ത് തന്നെ ചക്ക നന്നായിട്ട് വരട്ടിയെടുക്കണം. ചക്ക നന്നായിട്ട് വരട്ടിയെടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ചവ്വരി കുതിർത്ത് വെച്ചത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ശർക്കരയും ചവ്വരിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ പശുവിൻ്റെ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കപ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.